ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കോ ഡിപ്ലോമയോ ഐടിയോ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയിലും SSCയിലും RRBയിലും വരാൻ പോകുന്ന അവസരങ്ങൾ ഏതൊക്കെയാണ്? ഈ ഓരോ അവസരങ്ങളിലും എത്ര വേക്കൻസീസ് ഉണ്ടാകും? കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് സൈക്കിളിൽ ഈ പോസ്റ്റുകളിൽ നിന്ന് എത്ര പേർക്ക് അഡ്വൈസ് പോയി? എത്ര അപ്പോയിൻമെന്റ്സ് നടന്നു? പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ്? പലരുടെയും ഡ്രീം ജോബായിട്ടുള്ള KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഈ പോസ്റ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻഹാൻസ് സാലറി എത്രയായിരിക്കും ഉണ്ടാവുക? ഈ എക്സാംസ് ഇതിനു മുമ്പ് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? അവരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തേണ്ടത്? അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? എങ്ങനെയാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ പാസ് ഔട്ട് ആയ ഫ്രഷേഴ്സ്, ഓൾറെഡി തന്നെ ജോലി ചെയ്യുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, 5-10 വർഷത്തെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വരുന്നവർ, അങ്ങനെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഈ എക്സാംസ് എല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയി പഠിച്ച് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പഠനത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, സ്കോർ അക്കാഡമി.